അപ്പോൾ ഇതിൻ്റെ ലോജിക് ഡയഗ്രംസ്, അതായത് നമ്മളിപ്പം എന്താണ് ഒരു ഫങ്ഷൻസ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലോജിക് ഡയഗ്രംസ് എങ്ങനെ വരയ്ക്കും എന്നുള്ളത് നമ്മൾ നേരത്തെ ചെയ്തു. കെ മാപ്പ് സിംപ്ലിഫൈ ചെയ്തിട്ട് ലോജിക് ഡയഗ്രംസ് വരയ്ക്കാൻ പഠിച്ചു. ഗേറ്റ് പഠിച്ച സമയത്ത്, ഗേറ്റുകൾ, ബേസിക് ഗേറ്റുകൾ പഠിച്ച സമയത്ത് നമ്മൾ ലോജിക് ഡയഗ്രംസ് വരയ്ക്കാൻ പഠിച്ചു. ആ സെയിം എന്താണ് നമുക്ക് നമ്മൾ ബേസിക് ഗേറ്റ്സ് ആയ ആൻഡ്, നോട്ട്, ഓർ ഇത് വെച്ചിട്ടാണ് നമ്മൾ നേരത്തെ ലോജിക് ഡയഗ്രംസ് വരച്ചത്. ഇതല്ലാതെ നമുക്ക് നാൻഡ് യൂസ് ചെയ്യാം, എന്താണ് നോർ യൂസ് ചെയ്യാം, എക്സോർ യൂസ് ചെയ്യാം, എക്സ് നോർ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും ഗേറ്റ്സ് ആൻഡ്, ഓർ, നോട്ട്, പിന്നെ നാൻഡ്, നോർ, എക്സോർ, എക്സ് നോർ ഇതെല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോജിക് ഡയഗ്രംസ് വരയ്ക്കാൻ പറ്റും. ആൻഡ്, നോട്ട്, ഓർ എന്ന് പറയുന്നത് ബേസിക് ഗേറ്റ്സും നാൻഡും നോറും എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗേറ്റ്സും ആണ്. അപ്പോൾ ചില ഫങ്ഷൻസ് എന്ന് പറയുന്നത് ആൻഡും ഒക്കെ വെച്ച് വരയ്ക്കുന്നതിനേക്കാൾ സിമ്പിളായിട്ട് നമുക്ക് നാൻഡോ നോറോ വെച്ചിട്ട് വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ബേസിക് ഗേറ്റ്സ് വെച്ചിട്ട് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്, ഓർ, നോട്ട് വെച്ചേ വരയ്ക്കാൻ പാടുള്ളൂ. ക്വസ്റ്റ്യനിൽ യൂണിവേഴ്സൽ ഗേറ്റ്സ് വെച്ച് വരയ്ക്കാൻ പറഞ്ഞാൽ നാൻഡോ നോറോ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, ഇല്ലെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യനകത്ത് യൂണിവേഴ്സൽ ഗേറ്റായ നാൻഡ് യൂസ് ചെയ്ത് വരയ്ക്കാൻ പറഞ്ഞാൽ നാൻഡ് മാത്രം വെച്ചിട്ട് വരയ്ക്കുക. എക്സാമ്പിൾ ഇപ്പോൾ എ പ്ലസ് ബി സി എന്ന് പറയുന്ന ഒരു സർക്യൂട്ട്, ഇത് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഓറും ആൻഡും വെച്ച് ഓൾറെഡി വരച്ചിട്ടുണ്ട്. അത് നമുക്ക് എന്ത് യൂസ് ചെയ്തും വരയ്ക്കാൻ പറ്റും? നാൻഡ് യൂസ് ചെയ്തിട്ടും വരയ്ക്കാൻ പറ്റും. ഓക്കെ, എ പ്ലസ് ബി സി എന്ന് പറയുന്നത് നമ്മൾ ബേസിക് ഗേറ്റ്സ് യൂസ് ചെയ്ത് വരച്ചത് ഇങ്ങനെയാണ്. ഇത് ബിയും സിയും ആണെങ്കിൽ ആൻഡ് ഗേറ്റ് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ബി സി കിട്ടി. അത് എയും കൂടെ ചേർത്ത് നമ്മളൊരു ഓർ ഗേറ്റ് വരച്ചപ്പോൾ എ പ്ലസ് ബി സി കിട്ടി. ഇത് നമ്മൾ ഓൾറെഡി വരച്ചതാണ്, ബേസിക് ഗേറ്റ്സ് ആയ ആൻഡും ഓറും ചേർത്ത് വരച്ചതാണ് അല്ലേ. ഇതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നാൻഡ് യൂസ് ചെയ്തിട്ടും എ പ്ലസ് ബി സി നാൻഡ് യൂസ് ചെയ്തിട്ടും വരയ്ക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കുന്നത്. ഒരു സിമ്പിൾ ഒരെണ്ണം ഞാൻ പറയുന്നുള്ളൂ, കാരണം നമ്മൾ ഓൾറെഡി കുറേ ലോജിക് ഡയഗ്രംസ് വരച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിനെ നമ്മൾ ആദ്യം എ ഒരു നോട്ടായിട്ട് കണക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് കിട്ടി. ദെൻ ബിയും സിയും, ഇത് ബി ഇത് സി, എന്നിട്ട് അതിനെ നമ്മളൊരു നാൻഡിൽ കണക്ട് ചെയ്തു. ഓക്കെ, ഇത് നമുക്ക് ബി സി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് കിട്ടും. ഇനി നമ്മൾ ഒരു നാൻഡ് ഗേറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു ബി സി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. Applying the De Morgan's theorem we get a plus bc. കണ്ടോ? അപ്പോൾ എ പ്ലസ് ബി സി എന്ന് പറയുന്നത് നമുക്ക് നാൻഡ് മാത്രം യൂസ് ചെയ്ത് വരയ്ക്കാം, ബേസിക് ഗേറ്റ്സ് യൂസ് ചെയ്തിട്ട് വരയ്ക്കാം, നോർ യൂസ് ചെയ്തിട്ട് വരയ്ക്കാം. അങ്ങനെ എല്ലാ കോൺസെപ്റ്റും യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ബൂളിയൻ ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ ഗേറ്റ്സ് യൂസ് ചെയ്തിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ആ ടെക്നിക്ക് അറിയണം, എങ്ങനെയായിരിക്കണം ഔട്ട്പുട്ട് നമ്മൾ വരേണ്ടുന്നത്. അതിന് നാൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ടെക്നിക്ക്, അല്ലെങ്കിൽ നോർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അവിടെ വരുന്നത്, അതുപോലെ എന്താണ് ബേസിക് ഗേറ്റ്സ് ആൻഡ് ഓർ നോട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വരേണ്ടുന്നത്. അപ്പോൾ ആദ്യം നമുക്കുള്ള ഇൻപുട്ട്സ് ഏതാണ്, അതനുസരിച്ച് നമുക്ക് എന്ത് ഔട്ട്പുട്ടിലേക്ക് വരണം എന്നുള്ളത് നമ്മുടെ എയിം അനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് ലോജിക് ഡയഗ്രംസ്. അത് നമ്മൾ ഓൾറെഡി നമ്മൾ കെ മാപ്പ് പഠിച്ച സമയത്ത് ചെയ്തതാണ്. അതുപോലെ ഞാൻ ഇതിനകത്ത് നമ്മുടെ ടാബുലേഷൻ മെത്തേഡ്, ക്യു എം മെത്തേഡിൻ്റെ ഒരു 4-5 ക്വസ്റ്റ്യനും കൂടെ തരാം. എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന അത്രത്തോളം നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഞാൻ തരാം. നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് ചെയ്തു നോക്കാൻ പറഞ്ഞാൽ ചെയ്യാതെ ഇരിക്കണം എന്നല്ല, ചെയ്തു നോക്കണം. കാരണം ഇത് നിങ്ങൾക്ക് വേണ്ടി പറയുന്നതാണ്, എങ്കിലേ നിങ്ങളത് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് ഞാൻ തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് മോഡ്യൂൾ എന്ന് പറയുന്നത്. ദെൻ വി കംസ് ടു തേർഡ് മോഡ്യൂൾ. ഓക്കെ, നമ്മുടെ മോഡ്യൂൾ 3 എന്ന് പറയുന്നത് മോഡ്യൂൾ 3 എന്ന് പറയുന്നത് ഒന്നുമില്ല, നമ്മൾ ഒരു കുറച്ച് ഡിസൈനിങ് ആണ് ഇതിനകത്ത് പറയുന്നത്. അതിനകത്ത് നമ്മൾ സെക്കൻഡ് മോഡ്യൂൾ വരെയുള്ളതിനകത്ത് അതിൻ്റെ ബേസിക് കാര്യങ്ങൾ, ഒരു ഡിസൈന് വേണ്ടുന്ന ബേസിക് കാര്യങ്ങളെല്ലാം സെക്കൻഡ് മോഡ്യൂൾ വരെ നമ്മൾ പഠിച്ചു.
ഇനി അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത ഓരോരോ ഡിസൈൻ പേപ്പർ, ഇതൊരു ഡിസൈൻ പേപ്പർ അല്ലേ, അപ്പോൾ അതനുസരിച്ചുള്ള ഒരു കാര്യങ്ങളാണ് ഇനി നമ്മൾ തേർഡ് മോഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ തേർഡ് മോഡ്യൂളിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത് കോമ്പിനേഷണൽ സർക്യൂട്ട് എന്താണെന്നുള്ളതാണ്. കോമ്പിനേഷണൽ സർക്യൂട്ട് ഇതാണ് നമ്മുടെ തേർഡ് മോഡ്യൂൾ എന്ന് പറയുന്നത്. കോമ്പിനേഷണൽ സർക്യൂട്ടിനെ കുറിച്ചാണ് നമ്മൾ തേർഡ് മോഡ്യൂളിൽ പഠിക്കുന്നത്. എന്താണ് ഒരു കോമ്പിനേഷണൽ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് ലോജിക് ഗേറ്റ്സ്, നമ്മളിപ്പോൾ ലോജിക് ഡയഗ്രാം വരച്ചില്ലേ, അതേപോലെ ലോജിക് ഡയഗ്രാംസ് ആണ്. അതിന് ഓരോ പ്രാവശ്യം അതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് നമ്മുടെ എടുക്കുന്ന ഇൻപുട്സിനനുസരിച്ച്, ഓക്കെ, നമ്മൾ ഏതൊക്കെ ഇൻപുട്ട്, ഇപ്പോൾ എയും ബിയും മാത്രമേ എടുക്കുന്നുള്ളൂ, അല്ല എ ബി സി എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എ ബി സി ഡി എടുക്കുന്നുണ്ടോ, എത്ര വേരിയബിൾസിൻ്റെ അല്ലെങ്കിൽ എത്ര ഇൻപുട്സ് എടുക്കുന്നു, അതനുസരിച്ച് നമുക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടേണ്ടുന്നത്, അങ്ങനെ പറയുന്ന ഒരു സർക്യൂട്ടിനെയാണ് നമ്മൾ കോമ്പിനേഷണൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഒരുപാട് കോമ്പിനേഷൻ സർക്യൂട്ട് നമുക്ക് പഠിക്കാനുണ്ട്. എല്ലാം ഈസി മെത്തേഡ് തന്നെ, ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സർക്യൂട്ട്സാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കോമ്പിനേഷണൽ സർക്യൂട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളേൽ ഉള്ള ഇൻപുട്ട് വേരിയബിൾസിൻ്റെ കോമ്പിനേഷൻസ് വച്ചിട്ട് നമുക്ക് ഒരു ലോജിക് ഗേറ്റ്സ് അല്ലെങ്കിൽ ഒരു ലോജിക് സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് പറയാൻ പറ്റുന്ന ഗേറ്റുകൾ അടങ്ങിയ ഒരു സർക്യൂട്ടിനെയാണ് കോമ്പിനേഷണൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇൻപുട്ട് വേരിയബിൾസ് ഉണ്ട്, ആ ഇൻപുട്ട് വേരിയബിൾസിനെ ഏതൊക്കെ ഗേറ്റ്സിൽ കണക്ട് ചെയ്താൽ നമുക്ക് പ്രീഡിഫൈൻഡ് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട്പുട്ടിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അങ്ങനെ നമ്മൾ ഏതൊക്കെ ഗേറ്റ്സ് കണക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഏതൊക്കെ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നു അതിനെയാണ് നമ്മൾ കോമ്പിനേഷണൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലുള്ള ഇൻപുട്ട് വേരിയബിൾസിൻ്റെ രീതി അനുസരിച്ച് അല്ലെങ്കിൽ കോമ്പിനേഷൻസ് അനുസരിച്ച് അതിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് ഏതൊരു സമയവും അതിൻ്റെ ഔട്ട്പുട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലോജിക് ഗേറ്റ്സിൻ്റെ സർക്യൂട്ട്സ്, അതിനെയാണ് നമ്മൾ കോമ്പിനേഷണൽ സർക്യൂട്ട്. നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ എന്താണ് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുന്നു, എന്തിൻ്റെയാണ്, കുറേ ഗേറ്റുകളെല്ലാം കൂടി കണക്ട് ചെയ്ത് ഒരു സർക്യൂട്ട് ഡയഗ്രാം, ചിലപ്പോൾ അത് എ പ്ലസ് ബി സി എന്നാവാം, അല്ലെങ്കിൽ എ ബാർ പ്ലസ് ബി സി ബാർ പ്ലസ് ഡി എന്നാവാം. അങ്ങനെ ഓരോന്നും നമ്മൾ കെ മാപ്പ് സിംപ്ലിഫൈ ചെയ്തപ്പോൾ തന്നെ നമ്മൾ പല രീതിയിലുള്ള ബൂളിയൻ ഫങ്ഷൻസ് കണ്ടു. അങ്ങനെയുള്ള പല ബൂളിയൻ ഫങ്ഷൻസ് വരുന്നതും എങ്ങനെയാണ് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ കുറേ ടാബുലർ ഫോം അല്ലെങ്കിൽ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്ന സംഭവം പഠിച്ചു. ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗേറ്റ് പഠിച്ച സമയത്ത് ട്രൂത്ത് ടേബിൾ പഠിച്ചു അല്ലേ. എങ്ങനെയാണ് ട്രൂത്ത് ടേബിൾ പഠിച്ചത്? അതായത് എയും ബിയും ഇൻപുട്ട്സ് ആണെങ്കിൽ ഔട്ട്പുട്ട് ഓറിൻ്റെതാണെങ്കിൽ എ പ്ലസ് ബി ആണ്. അപ്പോൾ എയും ബിയും ആണെങ്കിൽ നമുക്ക് 4 കോമ്പിനേഷൻസ് ഉണ്ട്, 0 0 0 1 1 0 1 1. അപ്പോൾ നമ്മൾ എ പ്ലസ് ബി കണ്ടുപിടിക്കുന്നു. രണ്ടും 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0, 1 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1, 2 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1. അതേപോലെ നമ്മളൊരു ടേബിളിൻ്റെ ഫോമിൽ വരച്ചതാണ് ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ട്രൂത്ത് ടേബിൾ വരച്ചിട്ട് ആ ട്രൂത്ത് ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഇൻപുട്ട് വേരിയബിൾസ് ഉണ്ട്, ഔട്ട്പുട്ട് വേരിയബിൾസ് ഉണ്ട്, ദെൻ അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ലോജിക് ഗേറ്റ്സ് ഉണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കോമ്പിനേഷണൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കോമ്പിനേഷണൽ സർക്യൂട്ട്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് കോമ്പിനേഷണൽ സർക്യൂട്ട്സിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം ഉണ്ട്. എന്താണ് ഒരു കോമ്പിനേഷണൽ സർക്യൂട്ടിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഒരു കോമ്പിനേഷണൽ സർക്യൂട്ട്, കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്. ഇതിനകത്ത് n ഇൻപുട്ട് വേരിയബിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. n ഇൻപുട്ട് വേരിയബിൾസ് ഒരു സർക്യൂട്ടിലേക്ക് കൊടുക്കുമ്പോൾ m ഔട്ട്പുട്ട് വേരിയബിൾസ് ഒക്കർ ചെയ്യും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ കോമ്പിനേഷണൽ സർക്യൂട്ട്. അപ്പോൾ ഒരു സർക്യൂട്ടിനകത്തേക്ക് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഇൻപുട്ട് വേരിയബിൾസ് കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള കുറച്ച് ഔട്ട്പുട്ടുകൾ നമുക്ക് കിട്ടും. സെയിം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എയും ബിയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കോമ്പിനേഷൻ അനുസരിച്ച് എഫ് എന്ന് പറയുന്നൊരു ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു കോമ്പിനേഷണൽ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നത്?
ഓക്കെ, അതിന് വേണ്ടുന്നത് കുറച്ച് സ്റ്റെപ്പാണ്, കുറച്ച് പ്രൊസീജിയേഴ്സാണ്. ഒരു കോമ്പിനേഷൻ സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് പ്രോബ്ലം എന്താണെന്നുള്ളത് പറയുക. അപ്പോൾ നമ്മൾ സാധാരണ സി ഒക്കെ നിങ്ങൾ സി പ്രോഗ്രാമിംഗ് പഠിച്ചപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരുന്നു, ഫിബൊനാച്ചി സീരീസ് ക്രിയേറ്റ് ചെയ്യാൻ പറയും. ഫിബൊനാച്ചി സീരീസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? 0 1 1 അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ ആദ്യം നമ്മൾ അതിനകത്ത് പറഞ്ഞു, ആദ്യം ഒരു പ്രോബ്ലം എടുത്തു കഴിഞ്ഞാൽ, ആ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അല്ലേ? അതിനകത്ത് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫിബൊനാച്ചി സീരീസാണ് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഫിബൊനാച്ചി സീരീസ് നമുക്ക് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്കത് എങ്ങനെ ജനറേറ്റ് ചെയ്യാം, എത്ര ഇൻപുട്ട് വേരിയബിൾസ് കൊടുത്ത് എത്ര ഔട്ട്പുട്ട് വേരിയബിൾ നമുക്ക് ജനറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾ എ എന്ന് പറയുന്ന ഒരു ഇൻപുട്ട്, അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന രണ്ട് ഇൻപുട്ട്, എയും ബിയും രണ്ട് ഇൻപുട്ട്സ് കൊടുക്കുന്നു, സി എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് എടുക്കുന്നു. സി എന്ന് പറയുന്ന ഔട്ട്പുട്ടിലേക്കാണ് നമ്മൾ ഓരോ പ്രാവശ്യവും എക്സിക്യൂഷൻസ് ചെയ്ത് ഔട്ട്പുട്ട് കിട്ടേണ്ടത്. അപ്പോൾ ഏതൊക്കെയാണ് ഇൻപുട്ട്സ് ഏതൊക്കെയാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡിറ്റർമിൻ ചെയ്യുക. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അതിന് വേണ്ടിയിട്ട് എത്ര ഇൻപുട്ട്സ്, അപ്പോൾ അത്രയും ഇൻപുട്ട്സിന് വേണ്ടിയിട്ടുള്ള വേരിയബിൾസ് ഏതൊക്കെയാണെന്നുള്ളത് പറയാം. ഔട്ട്പുട്ട് നമ്മൾ ഏതാണ് എടുക്കുന്നത്, എത്ര എണ്ണം എടുക്കുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിൾസ് അല്ലെങ്കിൽ സിമ്പിൾസ് കൊടുക്കുക, ലെറ്റർ സിമ്പിൾസ് അസൈൻ ചെയ്യുക. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്ക് കിട്ടേണ്ടുന്നത് എന്താണെന്നുള്ളത് ഒരു ട്രൂത്ത് ടേബിളിൽ നമ്മളത് പറയും. അപ്പോൾ A+B ആണ് ചെയ്യേണ്ടുന്നതെങ്കിൽ എക്ക് ബിക്ക് വാല്യൂ കൊടുത്തപ്പോൾ A+B ചെയ്തപ്പോൾ എന്ത് കിട്ടി, അടുത്ത എക്കുള്ള വാല്യൂ അല്ലെങ്കിൽ അടുത്ത ബിക്കുള്ള വാല്യൂ കൊടുത്തപ്പോൾ സിക്ക് എന്ത് വാല്യൂ കിട്ടി, അങ്ങനെ ഓരോ പ്രാവശ്യം എക്കും ബിക്കും ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുമ്പോൾ സിക്ക് എന്ത് വാല്യൂസ് കിട്ടി, അതാണ് നമ്മുടെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ട്രൂത്ത് ടേബിൾ നമ്മൾ എടുക്കുക. എന്നിട്ട് ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് നമ്മൾ ട്രൂത്ത് ടേബിൾ കഴിയുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ ഒരു വാല്യൂ കിട്ടുമല്ലോ, ഒരു ഔട്ട്പുട്ട് കോളത്തിനകത്ത് ഒരുപാട് വാല്യൂസ് കിട്ടും. ആ വാല്യൂസിനെ ആ ബൂളിയൻ ഫങ്ഷൻസിനെ സിംപ്ലിഫൈ ചെയ്യുക, കെ മാപ്പ് യൂസ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ലോജിക് ഡയഗ്രാം വരയ്ക്കും. അപ്പോൾ ഇത്രയാണ് ഒരു കോമ്പിനേഷൻ സർക്യൂട്ട് ഡിസൈൻ ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു, എന്താണ് പ്രോബ്ലം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ എയിം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ആ ഒരു എയിമിലേക്ക് എത്താൻ നമുക്ക് എത്ര ഇൻപുട്ട്സ് വേണം, എത്ര ഔട്ട്പുട്ട്സ് വേണം, നമ്പർ ഓഫ് ഇൻപുട്ട്സും ആൻഡ് നമ്പർ ഓഫ് ഔട്ട്പുട്ട്സ്, എത്ര ഇൻപുട്ട്സ് വേണം എത്ര ഔട്ട്പുട്ട്സ് വേണം എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുക. ദാറ്റ് ഈസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, എത്ര ഇൻപുട്ട് പറഞ്ഞോ അതിനെല്ലാം എന്ത് ചെയ്യുക, ലെറ്റർ ഓർ സിമ്പിൾസ് കൊടുക്കുക. അതുപോലെ എത്ര ഔട്ട്പുട്ട്സ് എന്ന് പറയുന്നു അതിനും എന്ത് കൊടുക്കുക, ലെറ്റർ ഓർ സിമ്പിൾസ്. ലെറ്റർ ഓർ സിമ്പിൾസ് എന്ന് പറഞ്ഞാൽ A, B, C എന്നുള്ള വാല്യൂസ് കൊടുക്കുക. ഇൻപുട്ടിന് വാല്യൂസ് കൊടുക്കുക, ഔട്ട്പുട്ടിന് നമ്മൾ ഏതൊക്കെ സിമ്പിൾസ് യൂസ് ചെയ്യുന്നു അത് കൊടുക്കുക. അതാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് സ്റ്റെപ്പ് ഇസ് ട്രൂത്ത് ടേബിൾ ഡിസൈൻ ചെയ്യുക. ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ടിന് ഓരോ വാല്യൂ കൊടുക്കുമ്പോൾ എന്ത് ഔട്ട്പുട്ട് കിട്ടും എന്നുള്ളത് ഒരു ടാബുലർ ഫോമിൽ എഴുതുക. അതാണ് ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. ഇൻപുട്ട്സിന് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് അതിനെ ഒരു ട്രൂത്ത് ടേബിളിലേക്ക് അല്ലെങ്കിൽ ഒരു ടേബിളിലേക്ക് എൻ്റർ ചെയ്യുക. അതാണ് ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. ദെൻ അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ആ ട്രൂത്ത് ടേബിളിൽ നമുക്ക് ഔട്ട്പുട്ട് വേരിയബിൾ, ഇപ്പോൾ ഒരു ഔട്ട്പുട്ട് വേരിയബിൾ ഉള്ളെങ്കിൽ ആ ഒരു കോളം എടുത്തു കഴിഞ്ഞാൽ മൊത്തം നമുക്ക് ഔട്ട്പുട്ടാണ് കിട്ടുന്നത് അല്ലേ? ഡിഫറെൻറ്റ് ഇൻപുട്ട്സ് കൊടുത്തപ്പോൾ കിട്ടിയ ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. ആ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടുള്ള എന്ത് ചെയ്യുക, ഒരു ബൂളിയൻ ഫംഗ്ഷൻ സിംപ്ലിഫൈ ചെയ്ത് ഡിസൈൻ ചെയ്ത് എടുക്കുക. അത് നമുക്ക് കെ മാപ്പ് യൂസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് ലോജിക് ഡയഗ്രാം. അപ്പോൾ ഇത്രയും നേരം നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നു, ഒരു ബൂളിയൻ ഫംഗ്ഷൻ തന്നു, അത് വെച്ചിട്ട് എന്ത് ചെയ്തു, നമ്മൾ ഡയഗ്രാം വരച്ചു. ഇനി ചെയ്യുന്ന എന്താണ്, ആ ലോജിക് ഡയഗ്രത്തിന് വേണ്ടിയിട്ടുള്ള ബൂളിയൻ ഫംഗ്ഷൻ തന്നെ നമ്മളാണ് സിംപ്ലിഫൈ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ആ സിംപ്ലിഫൈഡ് പിന്നെ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ലോജിക് ഡയഗ്രാം നമ്മൾ വരയ്ക്കും. ഓക്കെ, അപ്പോൾ സിംപ്ലിഫൈഡ് ബൂളിയൻ ഫംഗ്ഷൻ നമ്മൾ എങ്ങനെ എടുക്കുന്നു, അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് എടുക്കുന്നു. അതിന് വേരിയബിൾസ് എടുത്തു, ആ വേരിയബിൾസിൻ്റെ ഇൻപുട്ടിന് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുത്തപ്പോൾ എന്ത് ഔട്ട്പുട്ട് കിട്ടി എന്നുള്ളത് ഒരു ടേബിളിൽ എഴുതി വെച്ചു. ആ ടേബിൾ വെച്ചിട്ട് നമ്മൾ
എന്ത് ചെയ്യുന്നു, ബൂളിയൻ ഫങ്ഷൻസ് സിംപ്ലിഫൈ ചെയ്തെടുക്കുന്നു. ആ സിംപ്ലിഫൈഡ് ബൂളിയൻ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ലോജിക് ഡയഗ്രാം വരയ്ക്കും. ഈ വരച്ച് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്, കോമ്പിനേഷണൽ സർക്യൂട്ട്. ഓക്കെ, ഇപ്പോൾ ഒരു കോമ്പിനേഷണൽ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഇൻപുട്ടിനനുസരിച്ച് നമ്മൾ എന്ത് ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്നു ആ കിട്ടുന്നത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു സർക്യൂട്ട് ഡയഗ്രാം അല്ലെങ്കിൽ ലോജിക് ഡയഗ്രാം വരയ്ക്കുക. അപ്പോൾ കിട്ടുന്നതാണ് കോമ്പിനേഷണൽ സർക്യൂട്ട്. അപ്പോൾ കോമ്പിനേഷൻ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ലോജിക് ഡയഗ്രാമാണ്. ലോജിക് ഡയഗ്രാം, ആ ലോജിക് ഡയഗ്രത്തിനകത്ത് ഡിഫറെൻറ്റ് ഗേറ്റുകൾ ഉണ്ടാവും. ആ ഗേറ്റുകൾ എങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ അതിൻ്റെ ടേബിൾ ഫോമിനെ സിംപ്ലിഫൈ ചെയ്ത് അല്ലെങ്കിൽ ബൂളിയൻ ഫംഗ്ഷൻ ആക്കി എടുത്തപ്പോൾ അതിനകത്ത് എന്തൊക്കെ ഗേറ്റ്സ് ഉണ്ടെന്നുള്ളത് നമ്മൾ ഡിസൈൻ ചെയ്തു. ആ ഗേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഗേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പഠിച്ച ഗേറ്റുകളേ ഉള്ളൂ. ഏതൊക്കെ, ആൻഡ്, ഓർ, നോട്ട്, നാൻഡ്, നോർ, എക്സ് ഓർ, എക്സ് നോർ. ഈ ഗേറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് മോഡ്യൂൾ വരെയുള്ളതിൽ നമ്മൾ ലോജിക് ഡയഗ്രാം വരച്ചത് എന്താണ്, നമുക്ക് തന്നിട്ടുണ്ട് സർക്യൂട്ട് എന്നതാണ് A+BC എന്ന് തന്നിട്ടുണ്ട്. അതിനെന്ത് ചെയ്യുക, ലോജിക് ഡയഗ്രാം വരച്ചു. ഇനി നമ്മൾ ആ A+BC വരുത്തണം, വന്ന് അതിൽ നിന്ന് എന്ത് ചെയ്യുക, ലോജിക് ഡയഗ്രാം വരയ്ക്കുക. അതാണ് ഡിസൈൻ സ്റ്റെപ്പ്. ഓക്കെ, hope you understand what is combinational circuit. Okay, so combinational circuit is nothing but logic diagram consists of gates. എന്തിനാ, logic gates which includes our input variables and corresponding output. നമ്മുടെ കയ്യിലുള്ള ഇൻപുട്ട് വേരിയബിൾസിനെ നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടുന്ന ഔട്ട്പുട്ട് വേരിയബിളിലേക്ക് ആക്കത്തക്ക രീതിയിൽ എന്തൊക്കെ ഫങ്ഷൻസ് ചെയ്യണമോ അതിന് വേണ്ടുന്ന ലോജിക് ഡയഗ്രാംസ് എല്ലാം കൂടി ചേർത്ത് വരച്ച് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സർക്യൂട്ടിനെയാണ് കോമ്പിനേഷണൽ സർക്യൂട്ട്. അപ്പോൾ കോമ്പിനേഷണൽ സർക്യൂട്ടിൻ്റെ ഒരു ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് കുറേ ഇൻപുട്സ് കൊടുക്കുന്നു, അതിൽ നിന്ന് കുറേ ഔട്ട്പുട്ട്സ് നമ്മൾ ജനറേറ്റ് ചെയ്യും. ഇനി ഒരു കോമ്പിനേഷണൽ സർക്യൂട്ട് ഡിസൈൻ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 6 സ്റ്റെപ്പ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എയിം അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോബ്ലം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടാമത്തേതെന്ന് പറയുന്നത് ആ പ്രോബ്ലത്തിൽ സോൾവ് ചെയ്യാൻ നമുക്ക് ഏതൊക്കെ ഇൻപുട്ട് വേരിയബിൾസ് വേണമോ ഏതൊക്കെ ഔട്ട്പുട്ട് വേരിയബിൾസ് വേണമോ എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുക. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും വേണ്ടുന്ന ലെറ്റേഴ്സ് അല്ലെങ്കിൽ സിമ്പിൾസ് അസൈൻ ചെയ്യുക. ഫോർത്ത് സ്റ്റെപ്പ് അതിന് വേണ്ടുന്ന ഒരു ടേബിൾ ഫോം, അതായത് ഇൻപുട്ടും ഔട്ട്പുട്ടും വെച്ചിട്ടുള്ള ഒരു ടേബിൾ ഫോം ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ടേബിളിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ആ ഔട്ട്പുട്ട് കോളത്തിന് മൊത്തത്തിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സിംപ്ലിഫൈഡ് ബൂളിയൻ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. ദെൻ ദ ലാസ്റ്റ് സ്റ്റെപ്പ് ആ ക്രിയേറ്റ് ചെയ്ത ബൂളിയൻ ഫംഗ്ഷന് വേണ്ടിയിട്ടൊരു ലോജിക് ഡയഗ്രാം വരയ്ക്കുക. അത് നമ്മൾ കറസ്പോണ്ടിങ് ഇനി അങ്ങോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഈസി ആയിട്ട് മനസ്സിലാവും. എന്താണ് ഒരു ട്രൂത്ത് ടേബിൾ അല്ലെങ്കിൽ എന്താണ് ഒരു കോമ്പിനേഷണൽ സർക്യൂട്ട്, എന്താണ് ഇൻപുട്ട്, എന്താണ് ഔട്ട്പുട്ട് എന്നുള്ളത് നമ്മൾ അങ്ങോട്ട് ഓരോന്നോരോന്ന് പഠിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇനി പറഞ്ഞൊരു ട്രൂത്ത് ടേബിൾ എന്തായിരിക്കും എന്നുള്ളതാണ് ട്രൂത്ത് ടേബിൾ പറയുന്നത്. ഇപ്പോൾ നമുക്ക് ABC C is equal to A+B എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ചെയ്യുന്നതാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ നമുക്ക് ഇൻപുട്ട് വേരിയബിൾസ് ഉണ്ട്, ഔട്ട്പുട്ട് വേരിയബിളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് വേരിയബിൾസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എയും ബിയും ഉണ്ട്, ഔട്ട്പുട്ടിനകത്ത് ഒരു കോളമേ ഉള്ളൂ C. ഓക്കെ, അപ്പോൾ A-B എന്ന് പറയുന്നതിന് നമ്മൾ 2 ഇൻപുട്ട്സാണ് എടുക്കുന്നത്. എക്ക് 2 വാല്യൂസ് വരും, ബിക്ക് 2 വാല്യൂസ്. അപ്പോൾ AB എന്ന് പറയുന്ന 2 വേരിയബിൾ അല്ലെങ്കിൽ 2 ബിറ്റ് എടുക്കുമ്പോൾ അതിന് 0 0 0 1 1 0 1 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ആദ്യത്തെ കേസിൽ സിയുടെ വാല്യൂ എന്താണ്, രണ്ടാമത്തേത് എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കുന്നു. 0 0 ആണെങ്കിൽ 0, 0 1 ആണെങ്കിൽ 1, 1 0 ആണെങ്കിൽ 1, 1 1 ആണെങ്കിൽ 1. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് വേരിയബിൾ എന്ന് പറയുന്നത് C. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഡിഫറെൻറ്റ് ഇൻപുട്ടിനെ വെച്ചിട്ട് ഡിഫറെൻറ്റ് ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ട്രൂത്ത് ടേബിൾ. ഈ ടേബിളിനെയാണ് നമ്മൾ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഈ ഔട്ട്പുട്ട് വേരിയബിൾസിനെ എന്ത് ചെയ്യുക, എടുത്ത് ഒരു സിംപ്ലിഫൈഡ് ബൂളിയൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ കെ മാപ്പിനകത്ത് കൊടുത്ത് അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് ആ കിട്ടുന്ന സർക്യൂട്ട് വെച്ച് എന്ത് ചെയ്യും, നമ്മളൊരു ലോജിക് ഡയഗ്രാം വരയ്ക്കും. ഓക്കെ, അപ്പോൾ ഇൻപുട്ടും ഔട്ട്പുട്ടും വെച്ച് ഒരു ടേബിൾ റെപ്രസെൻറ്റ് ചെയ്ത് ആ ടേബിളിനകത്ത് ഡിഫറെൻറ്റ് ഇൻപുട്ട്സിന് ഡിഫറെൻറ്റ് ഔട്ട്പുട്ട് വാല്യൂബിൾസ് അല്ലെങ്കിൽ വാല്യൂസ് കൊടുക്കുന്നതിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. ടാബുലർ ഫോമിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ.
ഇൻപുട്ട് വേരിയബിളും ഔട്ട്പുട്ട് വേരിയബിളും മാത്രമേ അതിനകത്തുള്ളൂ. ആ ടേബിളിനകത്ത് ഇൻപുട്ടിൽ നമ്മൾ ഏതൊക്കെ പറയുന്നു, ഔട്ട്പുട്ടിൽ ഏതൊക്കെ പറയുന്നു, അതിനെ എടുത്തിട്ട് നമ്മൾ ടേബിൾ ഫോമിൽ വച്ച് ഡിഫറെൻറ്റ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഏതൊക്കെ ഔട്ട്പുട്ട് കിട്ടുന്നു എന്നുള്ളത് എടുക്കുക. അപ്പോൾ അതിനെ ആ ഒരു ടേബിൾ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ നമ്മൾ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ട്രൂത്ത് ടേബിളിൽ നിന്ന് ഔട്ട്പുട്ടിന് വരുന്നതിന് നമ്മൾ എന്ത് ചെയ്യും, കറസ്പോണ്ടിങ് ഒരു ഫംഗ്ഷൻ, ബൂളിയൻ ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്ത് ആ കറസ്പോണ്ടിങ് വെച്ചിട്ട് എന്ത് ചെയ്യും, ഒരു ലോജിക് ഡയഗ്രാം വരയ്ക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ കറസ്പോണ്ടിങ് കോമ്പിനേഷണൽ സർക്യൂട്ട്. ഇതിനകത്ത് നമുക്ക് കുറച്ച് കോമ്പിനേഷണൽ സർക്യൂട്ട്സ് പഠിക്കാനുണ്ട്. മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത് ആഡേഴ്സ്, സബ്ട്രാക്ടേഴ്സ്, ദെൻ ക്യാരി ലുക്ക് ഹെഡ് ആഡർ, 4 ബിറ്റ് ബൈനറി ആഡർ, BCD ആഡർ, അങ്ങനെ കുറേ നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ പ്രോബ്ലമാറ്റിക് ആയിട്ട് പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു സർക്യൂട്ടായിട്ട് ഡിസൈൻ ചെയ്യും. അതാണ് തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ 3-4 ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്യൂൻ മെഗ്ലസ്കി മെത്തേഡിൻ്റെ 3-4 ക്വസ്റ്റ്യൻസും കൂടി തരാം. അതും കൂടി ഒന്ന് വർക്കൗട്ട് ചെയ്യാം. കൂടുതൽ ടൈം എടുക്കരുത്. നമ്മളൊരു 10 minutes to 15 minutes അത്രയും നമ്മൾ ആ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാവുള്ളൂ. അല്ല എങ്കിൽ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് എക്സാം ടൈമിൽ എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരുപാട് പേരുടെയും കംപ്ലയിൻറ്റ്സ് അത് തന്നെയാണ്. നമ്മൾ LSD എക്സാം എഴുതുന്ന സമയത്ത് ഒരുപാട് പേരും പറയുന്നത് അങ്ങനെയാണ്, മിസ് എഴുതി തീർന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് ആ ടൈം ലിമിറ്റിൽ ഇതെല്ലാം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അത് കാരണമാണ് ഒരുപാട് പേർക്കും വരുന്നത് കേട്ടോ ഈ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നം നമ്മൾ ഇപ്പോഴേ തന്നെ അവോയ്ഡ് ചെയ്യുക. എന്ത് ചെയ്യുക, ചെയ്ത് ടൈം കുറച്ചെടുത്ത രീതിയിൽ ചെയ്ത് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ചെയ്യുക. ഓക്കെ, ആ ഫാസ്റ്റായിട്ട് ടൈം കുറച്ചെടുത്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് തന്നെ ഡൗട്ട്സ് ആയിരിക്കും, അവിടെ തെറ്റിയോ, ഇവിടെ തെറ്റിയോ, അവിടെ ശരിയാണോ, ആ ഒരു ഡൗട്ട്സ് ഓട്ടോമാറ്റിക് വരും. അത് എപ്പോഴാണ് നമ്മൾ സോൾവ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ ടൈം കുറച്ചെടുത്ത് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പഠിക്കും. 1-2 ക്വസ്റ്റ്യൻസ് ചെയ്തു എന്ന് വെച്ച് നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കൈ കിട്ടുന്ന യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും ടെക്സ്റ്റിൽ നിന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻസോ എല്ലാം വർക്കൗട്ട് ചെയ്തു. ടെക്സ്റ്റിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ വർക്കൗട്ട് ചെയ്യുക, ടൈം അനുസരിച്ച് വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ടും എളുപ്പത്തിലും ഇത് ചെയ്യാൻ പറ്റും. ഈ ഒരു പേപ്പറിൻ്റെതേ അങ്ങനെയാണ്. നമുക്ക് ടൈം കിട്ടില്ല. എക്സാം ടൈമിൽ 3 മണിക്കൂറിനുള്ളിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ആ ഒരു സ്ലോയിലാണ് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ നമുക്ക് കിട്ടിയോണ്ട് നമ്മൾ ഫാസ്റ്റായിട്ട് ചെയ്താൽ മാത്രമേ 3 മണിക്കൂറിനുള്ളിൽ 100 മാർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്.